പുറമേലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി ഒളിച്ചോടിയത്. സത്യം തന്നെ. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി സമൂഹത്തിൽ ഭയങ്കര ഒരു ചലനം സൃഷ്ടിച്ച വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് ഭർത്തൃമതിയായിട്ടുള്ള ഒരു യുവതി, കുട്ടികളൊന്നും ആയിട്ടില്ലെങ്കിലും അവൾ ഒളിച്ചോടി എന്നുള്ള ആ ഒരു പ്രയോഗത്തിനോട് സമൂഹത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയാണ്, ഒരു സന്തോഷമാണ്. ഈ ഒരു അവിഹിതത്തിൻ്റെ ചെറിയൊരു പൊട്ട് കേൾക്കുമ്പോഴേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹമൊക്കെ ആകാംക്ഷയോടുകൂടി കണ്ടൊരു സീൻ ആരും ഒളിച്ചോടുന്നതായിട്ട് പറയപ്പെട്ടതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ CCTVയിലൂടെ ഈ സ്ത്രീ ഒളിച്ചോടുന്ന സീനൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ ആളുകൾ ആദ്യമായിട്ടൊരു ഒളിച്ചോട്ടം നേരിൽ കാണാൻ കഴിഞ്ഞു, CCTV ഉണ്ടായത് ഭാഗ്യം എന്നുള്ള രീതിയിലൊക്കെയാണ്. ഒരു പുരുഷൻ ഒരിക്കലും ഒളിച്ചോടാറില്ല. നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പുരുഷൻ അവൻ ഒളിച്ചോടി എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. പുരുഷൻ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. കാരണം അവൻ പകൽ വെളിച്ചത്തിൽ എനിക്ക് നിന്നെയും വേണ്ട, പിള്ളേരെയും വേണ്ട, ഒരു പുല്ലും വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ധീരനായിട്ട് ഇറങ്ങി നടക്കും. അപ്പോൾ ആളുകൾ പറയും അവൻ ആ പിള്ളേരെയും ഭാര്യേനെയും ഉപേക്ഷിച്ച് പോയി എന്നുള്ളത്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ആ ദാമ്പത്യ ജീവിതം ഉപേക്ഷിക്കുന്നതിന് രണ്ട് കണ്ണിലൂടെയാണ് ആളുകൾ കാണുന്നത്. അവൾക്കാണ് ഒളിച്ചോടേണ്ട ഗതികേട് വരുന്നത്. അവൾക്കൊരിക്കലും പകൽ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നേരിട്ട് നടക്കാൻ പറ്റില്ല. അഖിൽ NRDയുടെ ഭാര്യയുടെ കുടുംബ പശ്ചാത്തലം, അവർക്ക് രണ്ടാമത്തെ അച്ഛൻ്റെ കീഴിലാണ്, അതായത് ഒരു രണ്ടാനച്ഛൻ്റെ കീഴിലാണ് അവരുടെ ബാല്യവും യൗവനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവരുടെ അമ്മ അവരുടെ ബയോളജിക്കൽ ഫാദറിനെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമതൊരാളെ വിവാഹം കഴിക്കുന്നു. അവരുടെ കൂടെയാണ് ഈ കുട്ടി ജീവിച്ചിട്ടുള്ളത്. അവൾക്ക് അതിലൊരു സിസ്റ്റർ ഉണ്ട്, രണ്ടാനച്ഛൻ്റെ മകളായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ, അതായത് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഫാദറിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അയാൾക്ക് ഒരിക്കലും ഈ കുട്ടീനെ അംഗീകരിക്കാൻ പറ്റില്ല, സ്വന്തം മകളല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുട്ടി അവരുടെ ബയോളജിക്കൽ ഫാദറിൻ്റെ അടുത്ത് എത്തും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിസമ്പന്നനായിട്ടുള്ള ഒരാളാണ്, കോടികളുടെ സ്വത്തുള്ള ഒരാളാണ്, മകളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്, കൊഞ്ചിച്ചു വളർത്തിയ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മകള് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പാതിരയ്ക്ക് ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി എന്നുള്ള വാർത്ത ആ അച്ഛനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ആ അച്ഛൻ്റെ വക്കീല് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. നമുക്ക് ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം. ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കാണുന്ന CEO ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ. എന്തായാലും ആ കൊണ്ടുപോയ ചെറുക്കൻ, അതായത് ഇവര് ആരുടെ കൂടെയാണോ പോയത് അയാളുടെ പശ്ചാത്തലം ആ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. അയാൾ ഒരു എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടുന്ന ട്രാൻസ്പോർട്ട് താൽക്കാലിക ഡ്രൈവറോ കണ്ടക്ടറോ ആണ്. അപ്പോൾ ദിവസം 750 രൂപ കൂലിക്കാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഇയാൾ ഓടിക്കുന്ന ബസ്സിലാണ് ഈ കുട്ടി സ്ഥിരമായിട്ട് ഒരു എക്സ്ട്രാ കോഴ്സ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ രണ്ടുപേരുടെയും മനസ്സ് അടുക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭർത്തൃമതിയായിട്ടുള്ള യുവതി, നിറയെ സ്വർണ്ണിട്ട്, അച്ഛൻ കോടികളുടെ സ്വത്തുള്ള ഒരാൾ, ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറെ വിവാഹം ചെയ്യുന്നു. ആ യൂട്യൂബറും ആ കുട്ടിയായിട്ട് സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. സ്വന്തമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ അറേഞ്ച് ചെയ്ത വിവാഹമല്ല. അവർ തമ്മിൽ ഇമെയിൽ അയച്ച് സ്നേഹിച്ചു. അങ്ങനെ അയാളുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ഒരു 9-10 മാസം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 ഇയർ ആകുമ്പോഴേക്കും ആ ബസ്സിൽ പോകുന്ന, ആ കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന ബസ്സിലെ കണ്ടക്ടറുമായിട്ട് ഇവർക്ക് പ്രണയം തോന്നാൻ എന്താണ് കാരണം, ഇനി അയാൾക്ക് ഇങ്ങോട്ട് പ്രണയം തോന്നാൻ എന്താണ് കാരണം, അയാൾ വിവാഹിതനാണോ അല്ലേ, അയാളുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്നൊക്കെ വക്കീല് ഒരു ചെറിയ സംഭാഷണങ്ങളിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് കേൾക്കാം. ഇല്ലില്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായിപ്പോയി. അഖിൽ NRDയുടെ ഭാര്യയുടെ ഒളിച്ചോട്ടം വീണ്ടും ശരിക്കും പറഞ്ഞാൽ പൊതുരംഗത്ത് ചർച്ചയാവുന്നത്, അവർ മിഞ്ഞാന്ന് അവരുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഇടുന്നു. കുറേ ഫോട്ടോകൾ ഒരു കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട്, ഒരു പഴയ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്നുള്ള രീതിയിൽ, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുക എന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ. അതായത് ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം ബോധ്യമായി, ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, ഞാനിവിടെ അച്ഛൻ്റെ വീട്ടിലുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ഒരു ത്വര പോലെയാണ് ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കണ്ടത്. ഇനി ഒരു സ്ത്രീ വിവാഹിതയായിട്ട് ഒരു താൽക്കാലികമായിട്ട് കണ്ട ഒരു പുരുഷൻ്റെ കൂടെ ഒളിച്ചോടിയില്ലോ, ഈ പെണ്ണിന് BPD ഉണ്ടോ, അതല്ലെങ്കിൽ ഈ പെണ്ണിന് എന്തിൻ്റെ സൂക്കേടാണ്, അവൾക്ക് വേറെ അവളെ സെക്ഷൽ ഡിസയറായിട്ട്
അത് വേറെ ഒരാളിൽ അന്വേഷിച്ചിട്ടാണ് അയാളുടെ കൂടെ പോയത്. ഇങ്ങനെ പല തരത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകളും നമ്മൾ സംസാരിച്ചെങ്കിലും അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം അഖിൽ NRDയുടെ വീട് തന്നെയായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, എപ്പോഴും അഖിൽ NRD അവനെ വിളിക്കുന്ന ഉറ്റ ഫ്രണ്ട്സിനോടൊക്കെ അവളെ വേട്ടയാടരുത്, അവളെ വിട്ടേക്ക്, എനിക്കൊരു പരാതിയില്ല എന്നുള്ള രീതിയിലൊക്കെ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്, ഭാര്യേനെ വേട്ടയാടേണ്ട, അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തായിരിക്കും കാരണം? അയാൾക്ക് എന്തോ ഹൈഡ് ചെയ്യാനുണ്ട്. കാരണം ഈ ഭാര്യയെ വിചാരണയ്ക്ക് വിധേയയാക്കിയാൽ അല്ലെങ്കിൽ ഇയാൾ ഭാര്യേനെ കുറ്റം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ രംഗത്ത് വന്നിട്ട് ഇയാളുടെ കുടുംബത്തിലെ ചില കള്ളങ്ങൾ പൊളിച്ചെഴുതും. പ്രത്യേകിച്ച് ഇയാളുടെ അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഈ അച്ഛൻ്റെ എന്തോ ചില അവിഹിത കഥകൾ ഉൾപ്പെടെ ഈ മേഘയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മരുമകളെ അയാൾക്ക് ചതുർത്ഥിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ അമ്മായിയച്ഛൻ മരുമകൾ തമ്മിലുള്ള ഉൾപ്പോര് അതിൻ്റെ പീക്കിലെത്തുമ്പോൾ ആ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടി നമുക്ക് മാറി താമസിക്കാം, നമുക്കിവിടെ താമസിക്കേണ്ടെന്ന് പറയുമ്പോൾ അഖിൽ NRDയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത, അയാളുടെ എല്ലാ റീലുകളിലും അയാൾ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള മകനാണ്, ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള വ്യക്തിയായിട്ടാണ്, ഒരു ആർജവത്തോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അയാൾ ഇതുവരെ ഒരു റീലും ചെയ്തതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റി കൂടി അയാൾ ഉൾപ്പെടുന്ന ആ കലയിൽ എക്സ്പ്രസ് ആവുന്നുണ്ടെന്നുള്ള. എന്തായാലും അയാളുടെ വ്യക്തിത്വം, അയാൾ അച്ഛനെ പേടിയുള്ള ഒരു മകനാണ്. ജോലി വിട്ട് നൊസ്റ്റാൾജിയ അടിച്ച വീട് എന്നുള്ള ആ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി കൂടാൻ ശ്രമിക്കുന്ന ആളാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല, പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോഴേക്കും അയാൾ ഒമിറ്റ് ചെയ്യും. അപ്പോൾ അയാളുടെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മാറി താമസിക്കണം എന്ന് അച്ഛനോടോ അമ്മയോടോ തുറന്നു പറയാൻ അയാൾക്ക് പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഉപേക്ഷിക്കില്ല, പക്ഷേ നീ ഹോസ്റ്റലിൽ വേണമെങ്കിൽ നിനക്ക് ഹോസ്റ്റലിൽ ഞാൻ എടുത്തുതരാം, നീ പോയിക്കോ എന്ന് അയാൾ പറയുന്നുണ്ട് പോലും. അപ്പോൾ സ്വന്തം ഭാര്യയെ ഹോസ്റ്റൽ മേറ്റായിട്ട് മാറ്റാം, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൾ നേരിടുന്ന എന്ത് അസ്വസ്ഥതയാണ് ആ വീട്ടിലുള്ളത്, ആരാണ് അവൾക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അയാൾക്ക് ഒരു താക്കീത്, ഇങ്ങനെ അവളെ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ അവളെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പോലും പറയാനായിട്ട് ഉള്ളൊരു നട്ടല് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അയാൾ കാണിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവരുടെ ദാമ്പത്യത്തിൽ അകൽച്ച വരുത്തി. ആ കുട്ടി ഒരുപാട് നാളായി സ്വന്തം വീട്ടിൽ പറയണ പോലും എനിക്കിവിടെ അസ്വസ്ഥതയുണ്ട്, എന്നെ രക്ഷിക്കൂ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് അപ്പോൾ ഒക്കെ സ്വന്തം അമ്മയും രണ്ടാനച്ഛനും ഉൾപ്പെടെയുള്ള വീടും സ്വന്തം അച്ഛൻ ഉൾപ്പെടെയുള്ള വീടും ഒക്കെ അവളെന്നെ തള്ളി പറഞ്ഞ് അവളോട് പറഞ്ഞത് ഇതൊന്നും കുഴപ്പമില്ല, ഈ ചട്ടിയും കലവുമായ തട്ടിയും മുട്ടും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ചട്ടിയും കലവും തമ്മിലുള്ള ബന്ധം? ഈ ചട്ടി എന്ന് പറയുന്നത് പൊട്ടാനായിട്ട് വേഗം സാധ്യതയുള്ള സാധനമാണ്. കലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും മൺകലം ആയിരിക്കില്ല, വേറെ തരം കലമായിരിക്കും. അപ്പോൾ കലം ഭർത്താവും ചട്ടി ഭാര്യയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ കൂടുതൽ വേദനയും അപകടവും ഒക്കെ ഉണ്ടാവുക ആർക്കാണ്? ചട്ടിക്കാണ്. ഈ ആൾക്കാർ എല്ലാ ആൾക്കാരും പറയുന്നൊരു പുഴുങ്ങിയ വർത്തമാനമാണ്, ചട്ടിയും കലവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. തട്ടിയും മുട്ടാത്ത എത്രയോ ചട്ടിയും കലങ്ങളും ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പ്രൈവസി ആയിട്ട് പോയി തട്ടിമുട്ടാലോ. എന്തിനാണ് ഈ രണ്ടാനച്ഛൻ, പ്രത്യേകിച്ച് ഒരു അമ്മായിയച്ഛൻ ഒരു വില്ലനായിട്ട് മാറുമ്പോൾ? അമ്മായിയമ്മയെ നമുക്ക് സഹിക്കാം, അതൊരു സ്ത്രീയാണ്. ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം 2 സ്ത്രീകളാവുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് സഹിച്ചു പോകാം. പക്ഷേ ഒരു അമ്മായിയച്ഛനും മരുമകളും തമ്മിൽ പോരുകോഴികളെ പോലെ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതം ശരിയാവില്ല. ഇയാളോട് പലതവണ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ പറയണത് ഭാര്യയോട് പോയി മാറി താമസിച്ചോളാം. അങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിലാണ് അവർ ആ സ്വന്തം വീട്ടിൽ നിന്ന് മൊബൈൽ കിട്ടുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നരകം. അപ്പോൾ പോണ ബസ്സിൽ അയാളുമായിട്ട് സൗഹൃദത്തിലാവുന്നു, അയാളും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സ് പരസ്പരം അടുക്കുന്നു. ഇതിനെ പറ്റിയിട്ട് ആ അഡ്വക്കേറ്റ് ചില കാര്യങ്ങൾ പറയേണ്ടത് നമുക്കൊന്ന് കേൾക്കാം. വീട്ടിൽ മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ വീട്ടിൽ താമസിക്കാൻ വന്ന് ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും ഇവിടെ വരാൻ മതിയായിരുന്നു. അതില്ല ഒരു മകനെ വിളിച്ചിട്ട് നമ്മുടെ അച്ഛനോട് അമ്മയോട് പോകില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ വരാത്ത രീതി വന്നപ്പോഴാണ് ഇവിടെ താമസിക്കാതെ പറഞ്ഞത്. നിരസിച്ചു. അതാണ് വിഷയം. അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണുള്ളത് ഒറ്റയ്ക്ക്. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പയ്യൻ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല, ഇവിടെ കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അംഗീകരിക്കാണെങ്കിൽ കുറച്ച് അഖിൽ NRDയുടെ ഭാര്യ ഇങ്ങനെ സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ എന്നുള്ള രീതിയിലൊക്കെ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നില്ലേന്ന്. അങ്ങനെയല്ല കാര്യം. അതിനെ പറ്റിയിട്ട് ആ അഡ്വക്കേറ്റ് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് അതൊന്ന് കേൾക്കാം.
അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുഭവത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ അവിടെ അത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും 2 ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗം ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റോടെ ചെയ്യണമെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്തു പറയും. തെളിവ് സൈഡ് പുറത്തുവിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്കൊരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അതാണ് അവർ പോയി അപ്പം തന്നെ അവരെ പിടിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ വീട്ടിൽ അവർ 3-4 ദിവസം താമസിച്ചിട്ട് സ്വന്തം അച്ഛനെ വിളിച്ച് എനിക്ക് അങ്ങോട്ട് വരണം എന്ന് ആവശ്യപ്പെടുന്നു. അച്ഛൻ അതിന് സമ്മതിക്കുന്നു. എന്തിനായിരിക്കും അവർ അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ വീട്ടിൽ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്? പ്രത്യേകിച്ച് അച്ഛന് ഇയാളോട് വലിയ കടുത്ത വൈരാഗ്യമുണ്ട്. ആരെയും കൊണ്ടുപോയത് ബസ് കണ്ടക്ടറോട്. അപ്പോൾ അച്ഛനും മകളെ അത്രമാത്രം ഓമനിച്ച് വളർത്തിയ അച്ഛനുമായിട്ടൊരു സമരസം ഉണ്ടാക്കാനാണ് അയാളുടെ സമ്മതത്തോടു കൂടി ഇവർ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നത്. മാത്രമല്ല, ഇനി ഒരു മ്യൂച്വൽ ഡിവോഴ്സ് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിൻ്റെ ഭാര്യയെ ഇനി ആരും വേട്ടയാടരുതേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന മാന്യനായ വിനയകുനിയനായിട്ടുള്ള ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അയാൾ തയ്യാറാണ്. അയാൾക്ക് ഇതൊന്നൊരു പ്രശ്നമില്ല. അയാളുടെ അച്ഛൻ പറയുന്ന ഒരു സ്ത്രീനെ അടുത്ത് തന്നെ വേറെ വിവാഹം കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിന് റെഡിയാണ് എന്നെങ്കിലും ഈ കോടതി വ്യവഹാരത്തിന് നല്ല പൈസ വേണം. വിവാഹമോചനം നേടുക എന്ന് പറഞ്ഞാൽ അത് ഈസിയൊന്നുമല്ല. അപ്പോൾ അതിന് ഒരു വക്കീലിനെ ഏർപ്പെടുത്തണം. അപ്പോൾ ആ 750 രൂപ ഡെയിലി കൂലിയുള്ള കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പണക്കാരനായിട്ടുള്ള അച്ഛൻ്റെ അടുത്തേക്ക് താൽക്കാലികമായിട്ട് അയാളെ ഭാര്യേനെ വിടുകയാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ എത്രയും പെട്ടെന്ന് മ്യൂച്വൽ ഡിവോഴ്സും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഇയാളുമായിട്ടുള്ള ഒരു വിവാഹം അടുത്ത് തന്നെ നമുക്ക് കാണാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ മേഘ അതിൻ്റെ പിക്ചർ കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മകളെ ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോഴത്തെ. ഇത് മുമ്പേ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇയാളുമായിട്ടുള്ള വിവാഹം അവർക്ക് മാന്യമായിട്ട് നടത്താമായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ അവൾ പലപ്പോഴും വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴും അതൊന്നും കുഴപ്പമില്ല, ചട്ടി പ്ലസ് കലം തട്ടും മുട്ടും ഹേ എന്നാണ് 2 വീട്ടുകാരും പറഞ്ഞത്. അതായത് 2 അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പും സ്വന്തം ബയോളജിക്കൽ ഫാദർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പും. 3ാമതൊരാളുടെ അടുത്തേക്ക് അവൾ പോയതിൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഹോസ്റ്റലിൽ നിന്നോ എന്ന് പറയുന്ന ഒരു ഉണ്ണാക്കാൻ ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ്. അയാളൊരു ഭർത്താവിൻ്റെ ഒരു സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അയാൾ സർവാത്മന എല്ലാത്തിനും റെഡിയാണ്. മ്യൂച്വൽ ഡിവോഴ്സ് വേണോ? ഓക്കെ. നിന്നെ വേട്ടയാടരുതെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെക്കണോ? ഓക്കെ. ഇങ്ങനെ എല്ലാത്തിനും ഓക്കെ പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ അവളുടെ ഭാഗ്യം. എക്സ് ഹസ്ബൻഡിനെ ഇനി പറയുമ്പോൾ. അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സിന് നിയമപരമായിട്ടുള്ള പൈസ കൊടുക്കാനായിട്ട് താൽക്കാലിക ജോലിക്കാരനായിട്ടുള്ളൊരു കാമുകൻ്റെ കയ്യിലില്ല. അയാൾ ബുദ്ധിമാനാണ്. അയാൾ കാമുകിയെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വിടുന്നു. കാരണം അച്ഛന് ഒരുപാട് സ്വത്തുണ്ട്. ആ സ്വത്തൊക്കെ അന്യാധീനപ്പെട്ട് പോയ പണി ചെയ്യുക. അപ്പോൾ അച്ഛൻ്റെ കൂടെ സോപ്പിട്ട് നിൽക്കുക എന്നുള്ളത് മകളുടെ ആത്യന്തികമായിട്ടുള്ള കടമയാണ്. അതിലൂടെ മ്യൂച്വൽ ഡിവോഴ്സും മേടിക്കാം. അയാളുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം, വേറെ മക്കളൊന്നും അയാൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി 2ാമത് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി ക്ലാരിറ്റി ഇല്ല. എന്തായാലും ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്ന ആ കുടുംബപരമായിട്ടുള്ള പ്രത്യേകതകൾ, അമ്മ തന്നെ ആദ്യം ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് 2ാമതൊരാളെ വിവാഹം കഴിക്കുന്നു. 2ാമച്ഛൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ പുഴുക്കുത്തുകൾ ഏൽക്കുമ്പോൾ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് തേടി വരുന്നു. അച്ഛനാണെങ്കിൽ മകളെ പൊന്നുപോലെയും സ്നേഹത്തോടെയും അത്ര ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ അച്ഛൻ പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുന്ന മകളെ ഓർത്ത് എന്താ പറയുക, നെഞ്ചുവേദനയും പനിയും ഒക്കെ കൂടിയ അച്ഛൻ തീർച്ചയായിട്ടും മകളെ തിരിച്ച് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അവൾക്ക് ആ നിയമപരമായിട്ടുള്ള സഹായം കൊടുക്കും. അവളെ അതിൽ നിന്ന് ആദ്യത്തെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കും. 2ാമതായിട്ട് ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോൾ ആ കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം പൊട്ടനും പോയി മണ്ടനും പോയി, ബോട്ടും കിട്ടി, ഐലൈസ, അങ്ങനെ അവർ ജീവിക്കും.
അവർക്ക് പിള്ളേരുണ്ടാവും, കഥാന്ത്യം, ഇങ്ങനെയൊക്കെയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്ലൈമാക്സ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ അടുത്ത് നമ്മൾക്ക് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടിയാൽ നല്ലതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.